പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമുള്ള നടീനടന്മാരെ എല്ലാവരും പ്രശംസിക്കാറ് പതിവാണ്. മമ്മൂട്ടി, നാദിയ മൊയ്തു, മഞ്ജു വാര്യർ, ശിൽപ ഷെട്ടി എന്നിങ്ങനെ മുൻനിര നായികാ നായകന്മാർ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യം കൊണ്ട് പലപ്പോഴും ജനങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഗായിക തൻ്റെ സൗന്ദര്യം കൊണ്ട് അമ്പരപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സുജാത മോഹൻ മാത്രമാണ്. അതേ, ഇന്ന് സുജാതയ്ക്ക് 63-ാം പിറന്നാളാണ്. പ്രിയപ്പെട്ട ഗായികയ്ക്ക് പിറന്നാളാശംസകൾ നേർന്നുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലെത്തുന്നു. മകൾ ശ്വേത മോഹൻ, ഗായകൻ ജി വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ ആശംസാ പോസ്റ്റ് പങ്കുവച്ചു കഴിഞ്ഞു. ആരാധകരും ഗായികയ്ക്ക് ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. എങ്ങനെ ഈ സൗന്ദര്യം നിലനിർത്തുന്നുവെന്നാണ് അപ്പോഴും പലർക്കും അറിയേണ്ടത്. ചിട്ടയായ ജീവിതവും വ്യായാമവും തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പാരമ്പര്യവും ഒരു ഘടകവും തന്നെയാണ്. അതിനൊപ്പം മനസ്സെപ്പോഴും സന്തോഷത്തോടെ വയ്ക്കുക. ഇത്രയും ചേരുവകൾ കൂടുന്നതോടെയാണ് യാതൊരു തര കെമിക്കലുകളും സർജറിയും ഇല്ലാതെ സുജാതയെപ്പോലെ സുന്ദരിയായിരിക്കാൻ പറ്റുമെന്ന് മാത്രം. 1963-ലാണ് സുജാത മോഹൻ്റെ ജനനം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് പാടി തുടങ്ങിയിരുന്നു. നാടകങ്ങളിൽ തുടങ്ങി സ്റ്റേജ് ഷോകൾ വരെ അത് നീണ്ടു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി.കെ. നാരായണ പിള്ളയുടെ കൊച്ചുമകളാണ് സുജാത. സുജാതയ്ക്ക് 2 വയസ്സായപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. 8-ാം വയസ്സിലാണ് കലാഭവനിൽ ചേർന്ന് സജീവ സംഗീതയാത്ര ആരംഭിക്കുന്നത്. 12-ാം വയസ്സിൽ സിനിമാ പിന്നണി ഗാന ലോകത്തെത്തി. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ സുജാതയുടെ സ്വരമാധുര്യത്തിൽ പിറന്ന പാട്ടുകൾക്ക് ഭാഷാഭേദമില്ല. 2000-ത്തിലധികം സ്റ്റേജുകളിൽ ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം പാടിയിട്ടുണ്ട് എന്നതും സംഗീത ലോകത്തെ സുജാതയുടെ വലിയ നേട്ടം തന്നെയാണ്. യേശുദാസിനൊപ്പമുള്ള സുജാതയുടെ ആദ്യത്തെ സംഗീത കച്ചേരി വെച്ചാണ് മോഹൻ സുജാതയെ കാണുന്നത്. അന്ന് സുജാതയ്ക്ക് പ്രായം 9 വയസ്സായിരുന്നു. പിന്നീട് പ്രണയം ഒന്നും ആയിരുന്നില്ല. യേശുദാസ് തന്നെ മുൻകൈയെടുത്ത് നടത്തിയ വിവാഹമായിരുന്നു അത്. 18-ാം വയസ്സിൽ സുജാതയ്ക്കൊപ്പം മോഹൻ എന്ന പേര് ചേർക്കപ്പെട്ടു. പേരിന് മാത്രമല്ല, അന്നു മുതൽ ഇന്നുവരെയുള്ള സുജാതയുടെ സംഗീത ജീവിതത്തിനും ആ പേര് നൽകുന്ന പിന്തുണ വളരെ വലുത് തന്നെയാണ്.